ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2014 മോഡല് G4 ഇന്നോവയും കൊണ്ടാണ് സെയിലിന് വന്നിട്ടുള്ളത്. 1,20,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളും ഒന്നും തന്നെ അല്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫുള്ള് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാട്ടോ. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ റൈറ്റ് സൈഡ് ടയർ ആണിത്. ടയറൊക്കെ ഒരു 90% ടയർ ഉണ്ട് കേട്ടോ. അതുപോലെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് വരുന്നത്. 2014 ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ ഡോർ തന്നെ വരുന്നത്. അതുപോലെ ഇവിടെ പോസ്റ്റ് കാര്യങ്ങളൊന്നും എച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് റൈറ്റ് സൈഡിൽ ബാക്കത്തെ റോഡാണ് 14. അതുപോലെ ഡോറ് ബാക്കിൽ ഡോറ് റൈറ്റ് സൈഡ്. അതുപോലെ ഇവിടെ ഈ ഭാഗത്തൊന്നും അങ്ങനെ പണിതായിട്ട് എവിടെയും തന്നെ അല്ല കേട്ടോ. റൈറ്റ് സൈഡിൽ ബാക്ക് ടയറാണ്. അത് 90%, 85% ടയർ എങ്ങനെയാലും ഉണ്ട്. ഇത് ബാക്ക് മറുകാട് റൈറ്റ് സൈഡ് 2014 മോഡൽ തന്നെയാണ് വരുന്നത്. ഇത് ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് മറുകാട്. അതുപോലെ ടയർ, ഗ്ലാസുകള്, ഡോറ്. ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ട് ഡോറാണ്. ഇത് ലെഫ്റ്റ് സൈഡിൽ ബാക്ക് ഡോറാണ് വരുന്നത്. ഇവിടെ ഒന്നും അങ്ങനെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി റീപെയിന്റ് കയറിയിട്ടുണ്ട്, കുറച്ച് അവിടെ ഇവിടെ കയറിയിട്ടുണ്ട്. ഇത് ലെഫ്റ്റ് സൈഡിൽ ബാക്കിലെ മറുകാട് ഗ്ലാസ് ആണ്. ഇതിന്റെ ഇന്റീരിയർ ഭാഗം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഇന്റീരിയർ ഭാഗം തന്നെയാണ്. ഇതുമ വന്ന സീറ്റ് കവർ തന്നെയാണ് നിലവിൽ ഇതുമുള്ളത്. അതുപോലെ ടോപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വൃത്തി ഉണ്ട് വണ്ടി. സീറ്റ് കവറൊക്കെ നിലവിൽ നമുക്ക് അവിടുന്ന് വന്ന ഒരു കോലത്തിൽ തന്നെ കിടക്കണം. ഞാൻ പറഞ്ഞല്ലോ അത് വലിയൊരു പണിതൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി സർവീസൊന്നും ചെയ്യാതെയാണ് ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യണത്. ഇന്റീരിയലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വൃത്തി വരുന്നുണ്ടോ. വണ്ടി 7 സീറ്ററാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ എൻജിന്റെ സൈഡും കൂടി നോക്കാം. ബാറ്ററി പുതിയ ബാറ്ററിയാണ്. അതുപോലെ ബോണറ്റ് മാറ്റി അങ്ങനെ റീപ്ലേസ് കാര്യങ്ങളൊന്നും കാണാനില്ല. ഇത് കബ്രോണ്ട ഭാഗമാണ്. നീറ്റിൽ തന്നെയാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല കേട്ടോ. ഇന്റർകൂൾ എഞ്ചിനാണ് വരുന്നത്, 2014 മോഡൽ. ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലുമാണുള്ളത്. റിവേഴ്സ് ക്യാമറ വർക്കിംഗ് ആണ് വണ്ടിൻ്റെ. ഈ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ വണ്ടി വന്ന ഒറിജിനൽ തന്നെ ഉണ്ട്. ഇപ്പം കിടക്കുള്ള ഗ്ലാസ് കാര്യങ്ങൾ അങ്ങനെ മാറ്റമൊന്നും വന്നിട്ടില്ല അധികം. അപ്പോൾ നമ്മൾ ഈ വാഹനം ഇപ്പോൾ നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. അതുപോലെ നമുക്ക് ഏതൊരു RT ഓഫീസിൽ ആണെങ്കിലും നമുക്ക് NOC എടുത്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിലും കൊടുക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഇതിന് പ്രൈസ് വരുന്നത് 8,35,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇല്ലെങ്കിൽ നമുക്കൊരു വണ്ടിയും വിത്ത് NOC ആയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും RT ഓഫീസിക്ക് നമുക്ക് NOC എടുത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂരാണ്, ചന്തകുന്നുമലാണ് ഇത് ലൊക്കേഷൻ വരുന്നത്. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും.